റവ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതിൽ ഒരു 2 കപ്പ് റവ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എന്നിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു, കുതിർന്നു വന്നു കണ്ടോ. ഇനി ഇതിൽ കുറച്ച് ഓട്സും കൂടി ഇടുന്നുണ്ട്. 1 കപ്പ് ഓട്സും ഇട്ടു കേട്ടോ. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി കുതിർത്തണം. ഒരു 10 മിനിറ്റ്. ഓട്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം വെക്കേണ്ട ആവശ്യമില്ല. മറ്റത് നമുക്ക് വേണമെങ്കിൽ 2-3 മണിക്കൂർ വേണമെങ്കിൽ ഇടാൻ പറ്റും കേട്ടോ. റവ നല്ല സോഫ്റ്റ് ദോശ കിട്ടും ശരിക്കും നമ്മുടെ. എന്നിട്ട് ഒരു കപ്പ് അല്ലെങ്കിൽ പുളിക്കനുസരിച്ചുള്ള തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് നമുക്ക് ദോശയുടെ മാവിൻ്റെയൊക്കെ പുളി അറിയാമല്ലോ, ആ പുളിക്ക് അനുസരിച്ച് തൈര് ചേർക്കാം. തൈര് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അരിദോശയുടെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ റവ കുറച്ച് നേരം, റവ 2-3 മണിക്കൂർ കുതിർത്താൽ നല്ലതാണ്. രണ്ടല്ല, എത്ര മണിക്കൂർ വേണമെങ്കിലും, ഒരു 6 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നലെ വൈകുന്നേരം, അപ്പം നിങ്ങൾക്ക് ഞാൻ വേറെ എന്തോ പറയാൻ നിന്നാട്ടോ, സോറി. അപ്പം നമ്മൾ 4 മണിക്കൂറെങ്കിലും കുതിർത്താൽ മതി കേട്ടോ റവ. ഓട്സിന് പിന്നെ അധികം കുതിരാനില്ല, വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ കുതിരും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാനൊരു 1/2 കപ്പ് തൈരും കൂടി ചേർത്തിട്ടാണ് അരക്കണേ കേട്ടോ. റവ 4 മണിക്കൂറും ഓട്സ് 10 മിനിറ്റും ഇട്ട് കഴിഞ്ഞ് ഞാൻ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ 2 മണിക്കൂർ ഇട്ടാലും മതി കേട്ടോ. റവ വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ സോഫ്റ്റ് എത്ര ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. 2-3 മണിക്കൂറാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഇഡ്ഡലി വേണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ഉണ്ടാക്കിക്കോളൂ. ഷുഗറുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. കാരണം അരി ആഹാരം അവർക്ക് പാടില്ല. അരി ആഹാരം കൊടുക്കുകയാണെങ്കിൽ തന്നെ വൈറ്റ് റൈസ് ഒരിക്കലും കൊടുക്കരുത്, വെള്ള അരി ഒരിക്കലും കൊടുക്കരുത്. നമ്മൾ ബ്രൗൺ റൈസ് റെഡ് റൈസ് ഇതാണ് നമ്മൾ, അതായത് മട്ട അരിയൊക്കെ നല്ല കുത്തരിയല്ലേ, കുത്തരിയാണ് കൊടുക്കേണ്ടത്. ഓക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഹസ്ബൻഡിന് ഹോസ്പിറ്റലിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ട് അധികമായിട്ടില്ല. അതുകൊണ്ട് ഇത് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ പച്ചക്കറി അരിഞ്ഞിട്ട് കൊടുക്കണം. പച്ചക്കറി ക്യാരറ്റ്, കാബേജ്, ബീൻസ് വേണമെങ്കിൽ, ബീൻസ് ഇല്ല, ക്യാരറ്റ്, കാബേജ്, ബ്രൊക്കോളി അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാം നമുക്ക് കേട്ടോ. കുക്കുംബർ. നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ദോശ ഈ ചമ്മന്തിയാണ് കേട്ടോ. വെറുതെ തേങ്ങയും 1 കപ്പ് തേങ്ങ, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും മാത്രം ചേർത്ത് അരച്ചതാണ്. എന്നാലും അടിപൊളി. നമുക്ക് നമ്മുടെ അരിദോശയ്ക്കും ഈ ദോശയ്ക്കൊക്കെ ഒരുപാട് സ്വാദായിരിക്കും കേട്ടോ. അസാധ്യ സ്വാദ് എന്നൊക്കെ പറയില്ലേ, അതേമാതിരിയാണ് ഇതിൻ്റെ സ്വാദ്. ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ അരിദോശയ്ക്കാണ് ഇതിലും കൂടുതൽ എനിക്കിഷ്ടം. ഒരുപാട് സ്വാദുള്ള ഒരു ദോശ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ ഇനി ഇതിൽ നോൺ സ്റ്റിക്ക് മാതിരി ഞാനിതിൽ മയക്കിയത് ഞാൻ എൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. അങ്ങനെ നമുക്ക് പരത്തിയെടുക്കാം. ഇതിൽ എണ്ണ പോലും തൂക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അത് നന്നായിട്ട് കിട്ടും. നമ്മൾ ഇത് ഇരുമ്പിൻ്റെ അയണ്ട് ചട്ടിയിലൊക്കെ നമ്മൾ എണ്ണയൊക്കെ ആദ്യം തന്നെ പരത്തിയിട്ടല്ല ഉണ്ടാക്കുക. ഇത് അതൊന്നും ആവശ്യമില്ല. ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയണ്ടല്ലേ, എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നൊക്കെ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഒരു പ്രയാസമില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. എണ്ണയൊന്നും ആക്കണ്ട. എണ്ണ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ തേച്ചിട്ട് എന്തെങ്കിലും ഒരു കോല്, ഇതാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഇതുപോലും തേക്കാതെയാണ് ഞാനിപ്പോൾ ഇട്ടത്.